ഇത് ഇത് തിയേറ്റർ പടാ, ഇതെന്തായാലും കാണണം. അച്ഛനും മോനും അവിടെ എന്താ കമുകി കമുകൻ ആറാട്ടിലെ ഫൈറ്റ് സീക്വൻസ് പോലെ ഉണ്ട് അത്. ഹായ് ഹലോ, ഞാൻ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറിയൊരു കാര്യം മിസ്സായി പോയി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വൃഷഭ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് എന്തോ കാരണം കൊണ്ട് ട്രെയിലർ കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത്, യൂട്യൂബ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് വൃഷഭയുടെ ട്രെയിലർ ഞാനത് ശ്രദ്ധിച്ചതേ ഉണ്ടായിരുന്നില്ല. ഐ മീൻ അത്രയും സോഷ്യൽ മീഡിയ ഒക്കെ നോക്കി 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 നടക്കുമ്പോൾ പോലും ആ സംഭവം ഇങ്ങനെ വിട്ടുപോയി എന്നുള്ള എനിക്ക് സത്യം പറയാൻ അറിയില്ല. എന്തായാലും അതൊന്ന് കണ്ടോക്കണം. ആ ടീസർ കണ്ടിരുന്നു. അന്ന് ആ ടീസർ കണ്ടപ്പോഴും ഇതിനിപ്പം എന്തെങ്കിലും പ്രശ്നമാകുമോ എന്നുള്ള ഫീലൊക്കെ ഉണ്ടായിരുന്നു. കാരണം VFX പരിപാടിയും ഭയങ്കര പരിപാടിയൊന്നും തോന്നിയില്ല. എന്തൊക്കെയൊക്കെയോ എവിടേക്കൊക്കെ ഒരു മിസ്റ്റേക്ക് ഉള്ള പോലെ തോന്നി. ആൻഡ് ഇനി നമുക്ക് ട്രെയിലർ കണ്ടു നോക്കാം. ഇതെന്താ ഈ സിനിമയ്ക്ക് വലിയ ഹൈപ്പൊന്നും ഇല്ലാത്ത ഫാൻസിന്റെ ഭാഗത്തുനിന്നും? ഐ മീൻ എല്ലാവരും ബബുബയുടെ പിന്നാലെ. ഈ സിനിമ 25-ാം തീയതി ഇറങ്ങാൻ പോകുന്നു എന്നാണ് പറയണത്. എന്നിട്ട് പോലും ഇതിനൊരു ഇത് തരുന്നില്ല ആൾക്കാർ, ഐ മീൻ കൊടുക്കണില്ല. എന്തായാലും കണ്ടോക്കാം. നമുക്ക് അറിയാനിട്ടാണോ എന്നുള്ളത് അറിയില്ല. എന്തായാലും കണ്ടോക്കാം. ഹിംസ, രക്തവർഷം, യുദ്ധം എന്നീ കാര്യങ്ങൾ അദ്ദേഹം വീണ്ടും വീണ്ടും കാണുന്നു. വാട്ട് യു കാൺട് ഡിഫൈൻ, ദി ബ്രെയിൻ ഡിനൈസ്. Target is approaching. Alert. എന്റെ അപ്പയെ ഇല്ലാതാക്കാൻ ആളുകളെ ഏർപ്പാടാക്കുന്നതിന് മുമ്പ് നീ എന്നെ കൊല്ലണ്ടല്ല. അങ്ങയോട് യുദ്ധം ചെയ്യാൻ പോലും ഞാൻ തയ്യാറാണ്. എന്റെ വംശത്തിനെ വെല്ലുവിളിച്ച ഈ കുമാരനുള്ള ഉത്തരം പോരാട്ട വേദിയിൽ വെച്ചാണ്. It's purely reincarnation. ഇവനെ കൊല്ലാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറ. ആന, കുതിര, തേര്, രാജ്യം, രക്തം, അസമാധാനത്തിന്റെ ദുസ്വപ്നങ്ങളല്ലേ നിന്നെ അലട്ടുന്നത്. നിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇതെവിടെയോ കണ്ടിട്ടുണ്ടല്ലേ? ആൻഡ് ലാലേട്ടൻ ഫൈറ്റ് ചെയ്യണ കാണാൻ ആക്ച്വലി ഭയങ്കര രസമാണ്. പക്ഷെ ഇതൊരു മലയാള സിനിമയിൽ കണ്ട പോലെ. പക്ഷെ നിന്റെ മോഹം വെറും മതിമോഹം മാത്രമാണെന്ന് നിനക്കറിയാൻ വേണ്ടി നമുക്ക് പോരാടാം. ഇത് 25-ാം തീയതി ഇറങ്ങാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിനെ പറ്റി ഭയങ്കര ഹൈപ്പൊന്നുമില്ല. പക്ഷെ ഈ ട്രെയിലർ ആക്ച്വലി കൊള്ളാലോ. ഐ മീൻ ഭയാനകം എന്നുള്ളതല്ല, എന്നാലും ഇത് കൊള്ളാം. ഇതിലെ VFX ഒന്നും ഒറ്റ നോട്ടത്തിലൊന്നും വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയിട്ടുണ്ടായില്ല. അല്ലെങ്കിലും വിലയിരുത്താൻ ഞാനാരല്ല. എന്തായാലും മൊത്തത്തിൽ വലിയ കുഴപ്പമൊന്നും എനിക്ക് തോന്നിയില്ല. എന്തുകൊണ്ട് ഈ സിനിമയെ ആരും അങ്ങനെ പ്രൊമോട്ട് ചെയ്യണില്ല എന്നുള്ളതാണ് സംശയം. ഇനി ഞാൻ കാണാത്തതാണോ? പക്ഷെ മൊത്തത്തില് മറ്റേതൊരു മോഹൻലാൽ പടം ഇറങ്ങുക എന്നൊക്കെ പറയുമ്പോൾ പീക്ക് പരിപാടിയല്ലേ. ഇതെന്താ ഇതിനെ കുറിച്ച് ഒന്നും ഇല്ലാത്ത പോലെ. പക്ഷെ ഇത് ക്വാളിറ്റി ഉണ്ട്. ട്രെയിലർ ടു ബി ഫ്രാങ്ക് എനിക്ക് ഭയങ്കര കുഴപ്പമില്ലാതെ തോന്നിയിട്ടുണ്ട് കണ്ടപ്പോ. ആൻഡ് ഈവൻ ഫൈറ്റ് സീനൊക്കെ ഉണ്ടല്ലോ, അതെന്ത് രസമാണ് കാണാൻ വേണ്ടിട്ട്. ഇതില് ആറാട്ടിലെ ഫൈറ്റ് സീക്വൻസ് പോലെ ഉണ്ട് അത്. ഐ മീൻ ആ ഒരു ഇങ്ങനെ പിടിച്ചിട്ട് ഇതുണ്ടല്ലോ, അതിലൊക്കെ പോലെ തോന്നി എനിക്ക്. ആ ലാലേട്ടൻ മുണ്ടൊക്കെ കൊടുത്തിട്ട് ഫൈറ്റ് ഒക്കെ ഇത് കൊള്ളാം. ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പം എന്റെ ഭാഗത്ത് തെറ്റുള്ളൂ. ഞാനിത് വല്ലാണ്ട് ശ്രദ്ധിച്ചിട്ടില്ല ഈ സിനിമ. ഇത് എനിക്ക് കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു. ഇതിന്റെ ട്രെയിലർ ആകെ ഒരു സിമിലാരിറ്റി എനിക്ക് ഫീൽ ചെയ്ത്. എനിക്ക് അവിടെ ധീരയുടെ കഥയെ തോന്നുന്നു. എവിടെ മറ്റേ റീഇൻകാർണേഷൻ ആണെന്ന് പറയണു. ആൻഡ് പഴയ കാര്യങ്ങളും ഇതും ഇതൊക്കെ ആയിട്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു മഗധീര സെറ്റപ്പ് ആണ് തോന്നുന്നു. അവിടെ അച്ഛനും മോനും അവിടെ എന്താ കമുകി കമുകൻ അച്ഛനും മോനും. ദാറ്റ്സ് എ ഡിഫറൻസ് ഐ ഫീൽ. എന്തായാലും ഇതെന്തായാലും കാണാം. ഇത് തിയേറ്റർ പടാ, ഇതെന്തായാലും കാണണം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഷെയർ ചെയ്യുക കമന്റ് ബോക്സിൽ. ആൻഡ് എന്താ അറിയില്ല, ഇതിനെ കുറിച്ച് വലിയൊരു പരിപാടിയൊന്നും കേൾക്കണില്ല. ഇനിയിപ്പോ ഞാൻ കേൾക്കാണ്ടാണോ അഗെയിൻ അറിയില്ല. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായം ഷെയർ ചെയ്യും. പുതിയ അപ്ഡേറ്റ്സ് വീഡിയോസ് നമ്മുടെ ചാനലിൽ കൂടെ ഞാൻ ഷെയർ ചെയ്യും. ഈ ഒരു അപ്ഡേറ്റ് മിസ്സാവാൻ കാരണം എന്താണെന്ന് അറിയില്ല. റിയലി സോറി. എനിവേസ്, താങ്ക് യു ഫോർ വാച്ചിങ് മീ. ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ, ബൈ ബൈ.